Hi, welcome to Britain's Spoken English program. My name is Iqbal. ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ നെഗറ്റീവ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ പറയുമെന്നുള്ളതാണ്. ഉദാഹരണമായി നിങ്ങളടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉറങ്ങുകയാണോ? ആണോ? അദ്ദേഹം അവിടെ ഉറങ്ങുകയാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മളതിന് മറുപടി പറയണം, അല്ല, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്. ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളോട് ചോദിച്ചു, അയാൾ പറയണം, അല്ല, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ കളിക്കുകയാണ്, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം പ്ലേയിങ്, അത് നമുക്കറിയാവുന്നതാണ്. ഐ ആം പ്ലേയിങ്, ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയണമെങ്കിൽ ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ഐ ആം നോട്ട് പ്ലേയിങ്, ഞാനിപ്പോൾ കളിക്കുകയല്ല. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഐ ആം നോട്ട് ഈറ്റിംഗ്, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. ഐ ആം നോട്ട് ഡ്രൈവിംഗ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതായത് ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. എന്താണ്? ഐ ആം നോട്ട് പ്ലേയിങ്, ഞാനിപ്പോൾ കളിക്കുകയല്ല. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, പഠിക്കുകയല്ല. ഐ ആം നോട്ട് ഈറ്റിംഗ്, ഞാനിപ്പോൾ തിന്നുകയല്ല. ഐ ആം നോട്ട് ഡ്രൈവിംഗ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയല്ല. അടുത്തതായി നമ്മളിപ്പോൾ ചെയ്തത് നമുക്കൊന്നുകൂടി ഡീറ്റെയിലായി മനസ്സിലാക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉറങ്ങുകയാണോ? അല്ല, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്. അയാൾ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്. അയാളുടെ അടുത്താണ് ചോദിച്ചത്, നിങ്ങൾ ഉറങ്ങുകയാണോ? അപ്പോൾ അയാൾ മറുപടി പറയുകയാണ്, അല്ല, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്. അടുത്ത ആളടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കുക്ക് ചെയ്യുകയാണോ? അല്ല, ഞാൻ കുക്ക് ചെയ്യുകയല്ല, ഞാൻ കളിക്കുകയാണ്. അടുത്ത ആളെ നോക്കാം. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാണ്? കളിക്കുകയാണോ? അല്ല, ഞാൻ കളിക്കുകയല്ല ചെയ്യുന്നത്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇനി ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമെന്നുള്ളതാണ്. നോക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉറങ്ങുകയാണോ? അല്ല, ഞാൻ ഉറങ്ങുകയല്ല. എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്? ഞാൻ ഉറങ്ങുകയല്ല എന്നുള്ളത് ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഞാനിപ്പോൾ ഉറങ്ങുകയല്ല. ഐ ആം ചെക്കിംഗ് ഇമെയിൽ, ഞാനിപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആളുടെ ചോദിച്ചു, എന്ത് ചെയ്യാണ്? കുക്ക് ചെയ്യാണോ? അപ്പോൾ അതിൻ്റെ മറുപടി പറയാണ്, അല്ല, ഞാൻ കുക്ക് ചെയ്യുകയല്ല. ഐ ആം നോട്ട് കുക്കിംഗ്, ഞാനിപ്പോൾ കുക്ക് ചെയ്യുകയല്ല. ഐ ആം പ്ലേയിങ്, ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? കളിക്കുകയാണോ? അപ്പോൾ പറഞ്ഞു, ഞാൻ കളിക്കുകയല്ല. ഐ ആം നോട്ട് പ്ലേയിങ്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ്. ഐ ആം ഡ്രൈവിംഗ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, ഞാനിപ്പോൾ പഠിക്കുകയല്ല. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, സിമ്പിളാണ്. ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയാണ്. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, ഞാനിപ്പോൾ പഠിക്കുകയല്ല. അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് മനസ്സിലാക്കാം. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, ഐ ആം നോട്ട് ഈറ്റിംഗ്, ഐ ആം നോട്ട് റീഡിംഗ്, ഐ ആം നോട്ട് പ്ലേയിങ്, ഐ ആം നോട്ട് ഡ്രൈവിംഗ്, ഐ ആം നോട്ട് കുക്കിംഗ്, ഐ ആം നോട്ട് ബ്രഷിംഗ്, ഐ ആം നോട്ട് ഡ്രിങ്കിങ്, ഐ ആം നോട്ട് അയണിങ്, ഐ ആം നോട്ട് വെയിറ്റിംഗ്, ഐ ആം നോട്ട് സ്പീക്കിംഗ്, ഐ ആം നോട്ട് എക്സ്പ്ലെയിനിങ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കിയതാണിത്. ഐ ആം നോട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് സ്റ്റഡിയിങ്, ഐ ആം നോട്ട് പ്ലേയിങ്, ഐ ആം നോട്ട് ഡ്രൈവിംഗ്. അത് ഐ, ഞാൻ, ഐൻ്റെ കൂടെ. ഇനി യു, ദേ, വി, നീ, നിങ്ങൾ, അല്ലെങ്കിൽ ദേ, അവർ, വി, ഞങ്ങൾ. ഇതിൻ്റെ കൂടെ നമ്മൾ ആം അല്ല ചേർക്കുന്നത്, ആർ ആണ്. അതിൻ്റെ കൂടെ നോട്ടും കൂടി ചേർക്കുക. യു ആർ നോട്ട്, ദേ ആർ നോട്ട്, വി ആർ നോട്ട്. അതായത് യു ആർ നോട്ട് സ്റ്റഡിയിങ്, യു ആർ നോട്ട് പ്ലേയിങ്, യു ആർ നോട്ട് ഡ്രൈവിംഗ്, ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. എന്താണ് അർത്ഥം വരുന്നത്? ദേ ആർ നോട്ട് സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ പഠിക്കുകയല്ല ചെയ്യുന്നത്, ആണോ? അല്ല, ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. പിന്നെന്താണ് അവർ ചെയ്യുന്നത്? ദേ ആർ പ്ലേയിങ്, അവർ കളിക്കുകയാണ്. ദേ ആർ നോട്ട് സ്റ്റഡിയിങ്, അവരിപ്പോൾ പഠിക്കുന്നില്ല. ദേ ആർ നോട്ട് പ്ലേയിങ്, അവരിപ്പോൾ കളിക്കുന്നില്ല. ദേ ആർ നോട്ട് ഡ്രൈവിംഗ്, അവരിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വി, ഞങ്ങൾ, വി ആർ നോട്ട് സ്റ്റഡിയിങ്, ഞങ്ങളിപ്പോൾ പഠിക്കുകയല്ല. അടുത്തതായി ഹി, ഷീ, ഇറ്റ്. ഹി എന്ന് പറയുമ്പോൾ അവൻ, ഷീ അവൾ, ഇറ്റ് അത് ഇത് എന്നൊക്കെ പറയാം. ഹി, അവൻ. ഇതിൻ്റെ കൂടെ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. ഹി ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട്. അതായത് ഹി ഈസ് നോട്ട് സ്റ്റഡിയിങ്, അവനിപ്പോൾ പഠിക്കുകയല്ല ചെയ്യുന്നത്. ഷീ ഈസ് നോട്ട് പ്ലേയിങ്, അവളിപ്പോൾ കളിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി.
ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നോട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു നോട്ട് എക്സ്ട്രാ ചേർക്കുക. ഐ ആം സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുകയാണ്. ഐ ആം നോട്ട് സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പഠിക്കുകയല്ല ചെയ്യുന്നത്. ഐ ആം നോട്ട് സ്റ്റഡിങ്, ഞാനിപ്പോൾ പഠിക്കുകയല്ല. അത് എഴുതുമ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. ഐ ആം, ഐയും ആമും ഷോർട്ടാക്കിയിട്ട് ജസ്റ്റ് ഐ ആം എന്ന് എഴുതാൻ പറ്റും. പക്ഷേ നോട്ടിനെ ആമിൻ്റെ കൂടെ ചേർക്കാൻ പറ്റില്ല. പക്ഷേ യു പറയുന്ന സമയത്ത് അങ്ങനെയല്ല, നമുക്ക് ആറും നോട്ടും ഒന്നിച്ച് പറയാം. ആറിൻറ്റ്, അതായത് ആൻറ്റ്, യു ആൻറ്റ് സ്റ്റഡിങ്. അതുപോലെ തന്നെ they aren't studying, we aren't studying. ഇത് മൂന്നും ഒരു ഗ്രൂപ്പാണ്, എല്ലാം ആറാണ് വരുന്നത്. ആൻറ്റ്, യു ആൻറ്റ്, they aren't, we aren't. അതുപോലെ തന്നെ ഹീ ആണെങ്കിൽ നമ്മൾ ഈസാണ് ചേർക്കുന്നത്. ആ ഈസും നോട്ടും കൂടി ചേർത്ത് നമ്മൾക്ക് ഈസിൻറ്റ് എന്ന് പറയാവുന്നതാണ്. ഹീ ഈസിൻറ്റ് സ്റ്റഡിങ്. അതുപോലെ തന്നെ ഷീ ഈസിൻ സ്റ്റഡിങ്. ഇറ്റ് ഈസിൻറ്റ് റെയിനിങ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. അത് ഒന്നുകൂടി മനസ്സിലാക്കാം. ഐ എം നോട്ട് സ്റ്റഡിങ്, യു ആൺ സ്റ്റഡിങ്, ദേ ആൺ സ്റ്റഡിങ്, വി ആൺ സ്റ്റഡിങ്, ഹീസ് ഇൻ സ്റ്റഡിങ്, ഷീസ് ഇൻ സ്റ്റഡിങ്, ഇറ്റ്സ് ഇൻ റെയിനിങ്. പറയുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഹീ, ഈസ് ഇൻ, അത് ഒക്കെ ഒന്നിച്ച് മൂന്നും ഒന്നിച്ച് പറയാവുന്നതാണ്. ഹീസ് ഇൻ, ജസ്റ്റ് ഹീസ് ഇൻ എന്ന് പറഞ്ഞത്. ഹീസ് ഇൻ സ്റ്റഡിങ്, ഷീസ് ഇൻ സ്റ്റഡിങ്, ഇറ്റ്സ് ഇൻ റൈനിങ്, ഇറ്റ്സ് ഇൻ റൈനിങ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഹീസ് ഇൻ കമ്മിങ്, അവൻ വരുന്നില്ല. ഹീസ് ഇൻ ലിസ്ണിങ്, അവൻ ശ്രദ്ധിക്കുന്നില്ല. ഷീസ് ഇൻ കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുന്നില്ല. ഷീസ് ഇൻ സപ്പോർട്ടിങ്, അവൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ അതുപോലെ തന്നെ ദേ ആൺ പ്ലേയിങ്, അവർ കളിക്കുന്നില്ല. ദേ ആൺ പ്ലേയിങ്. അടുത്തതായി ഇനി നമുക്ക് ഇതുവരെ ചെയ്തത് മൊത്തമായി ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഒരാൾ വർക്ക് ചെയ്യാണ്. അയാൾ ഉറങ്ങുകയാണോ? അല്ല, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ഹീ ഈസ് ഇൻ പ്ലേയിങ്, ഹീ ഈസ് നോട്ട് പ്ലേയിങ് എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഹീ ഈസ് ഇൻ പ്ലേയിങ്, ഹീസ് ഇൻ പ്ലേയിങ്. അവനിപ്പോൾ കളിക്കുകയല്ല ചെയ്യുന്നത്. ഹീ എന്ന് പറയുമ്പോൾ അവൻ, അദ്ദേഹം എല്ലാം ഹീ തന്നെയാണ്. ഹീ ഈസ് ഇൻ പ്ലേയിങ്, അവനിപ്പോൾ കളിക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? ഹീ ഈസ് വർക്കിംഗ്, അയാൾ വർക്ക് ചെയ്യാം. ഷീ ഈസ് ഇൻ കുക്കിംഗ്, അവളിപ്പോൾ കുക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഷീ ഈസ് നോട്ട് കുക്കിംഗ് എന്നുള്ളതാണ്. ഷീ ഈസ് ഇൻ, ആ നോട്ടിനെ നമ്മൾ ഇൻ എന്നാക്കി. ഷീ ഈസ് ഇൻ കുക്കിംഗ്, അവളിപ്പോൾ കുക്ക് ചെയ്യുകയല്ല. ഷീ ഈസ് പ്ലേയിങ് ഗോൾഫ്, അവൾ ഗോൾഫ് കളിക്കുകയാണ്. അവർ ഇപ്പോൾ they aren't watching TV, അവരിപ്പോൾ ടി വി കാണുകയല്ല ചെയ്യുന്നത്, ആണോ? അല്ല, they aren't watching TV, they are speaking, അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കാം, ഒരാൾ പറയാണ് ഐ എം നോട്ട് ലീവിങ് യെറ്റ്, ഞാൻ ഇപ്പോഴേ പോകുന്നില്ല. ഐ എം നോട്ട് ലീവിങ് യെറ്റ്. അപ്പോൾ മറ്റാൾ മറുപടി പറയാണ് മീ നീദർ, അതായത് ഞാനും പോകുന്നില്ല. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഐ ആം ലീവിങ് എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, ഞാനും പോവുകയാണെന്ന് പറയാൻ നമ്മൾ മീ ടു എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് പോസിറ്റീവ് സെൻറ്റൻസസ്, നോട്ട് ഇല്ലാത്ത യെസ് എന്നുള്ള മീനിങ് വരുന്നത്, അതേ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ ടു എന്നാണ് ചേർക്കുന്നത്. ഐ ആം ലീവിങ് എന്ന് പറയുമ്പോൾ മീ ടു എന്ന് പറയാം, ഞാനും അതെ. ഇല്ല എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് ലീവിങ് എന്ന് പറയുമ്പോൾ മീ നീദർ, ഞാനും അതെ എന്ന് പറയും. പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ആൻസർ എങ്കിൽ, അതായത് ഒരാൾ ഐ ആം ലീവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ബട്ട് ഐ ആം നോട്ട് ലീവിങ് എന്ന് പറയണം. സെയിം ആൻസർ ആണെങ്കിൽ, പോസിറ്റീവാണ് അയാൾ പറഞ്ഞത്, നമ്മളും പറയുന്നത്